പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ ഹൃദയം പൊട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നത്. കലാഭവൻ നവാസിൻ്റെ വിയോഗം മരണവാർത്ത കേട്ട് പ്രേക്ഷകരും മലയാളികളും സിനിമാ പ്രവർത്തകരും എല്ലാം അമ്പരന്ന് ഞെട്ടുകയായിരുന്നു. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു മരണവാർത്തയായിരുന്നു കലാഭവൻ നവാസിൻ്റേത്. താരജോഡികളാണെങ്കിലും 18 വർഷത്തിനു ശേഷമാണ് കലാഭവൻ നവാസും ഭാര്യ രഹനയും ഒന്നിച്ച് അഭിനയിക്കുന്നത്. ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച സിനിമയായിരുന്നു ഇര. ചിത്രത്തിൽ മികച്ച നടിക്കുള്ള അവാർഡും രഹനയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ ഈ കാര്യം സോഷ്യൽ മീഡിയ വഴി തൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി രഹനയ്ക്ക് അവാർഡ് കിട്ടിയ കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചിട്ടുണ്ടായിരുന്നു. നവാസിക്ക ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ രഹന പറഞ്ഞത്. അത്രമേൽ ഇഷ്ടപ്പെടുന്ന അത്രമേൽ സ്നേഹിക്കുന്ന ദമ്പതിയുമായിരുന്നു നവാസും രഹനയും. ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് രഹനയുമായി ഒന്നിച്ച് അഭിനയിക്കണം എന്നതായിരുന്നു തൻ്റെ ആഗ്രഹമെന്നും നവാസ് ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നീലാകാശ് എന്ന ചിത്രത്തിലായിരുന്നു നവാസ് ആദ്യമായി നായകനായി വേഷം ചെയ്യുന്നത്. രഹന ആയിരുന്നു അതിലെ നായിക. ഇരുവരുടെയും ആദ്യ ചിത്രം തന്നെയായിരുന്നു അത്. 2002 സിനിമ പുറത്തിറങ്ങിയത്. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. പുതുതായി പുറത്തിറങ്ങാനിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു ചോറ്റാനിക്കരയിൽ നവാസ് എത്തിയത്. പുതിയതായി ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന തിരക്കിലായിരുന്നു നവാസ്. അതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിക്കുന്നത്. വെള്ളിയാഴ്ച ഷൂട്ട് കഴിഞ്ഞ നവാസിന് 3-4 ദിവസം അവധി ഉണ്ടായിരുന്നു. ചിത്രത്തിൽ അഭിനയിച്ച ശേഷം ഫ്രഷ് ആവാൻ വേണ്ടി റൂമിൽ എത്തിയതായിരുന്നു നവാസ്. ഇതിനിടയിലാണ് താരത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ഹൃദയാഘാതം സംഭവിച്ചതിന് ചുറ്റും ആരുമില്ലാത്തതുകൊണ്ട് തന്നെ താരം കുഴഞ്ഞു വീഴുകയായിരുന്നു. മുടി തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണ് നിലത്ത് കിടക്കുന്നത് കാണുന്നത്. ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്തല്ല നവാസിന് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞത്. നവാസിന് മുമ്പും ഹൃദയാഘാതം സംഭവിച്ചിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് നവാസിന് ഹൃദയാഘാതം എന്നതാണ് പോസ്റ്റ്മോർട്ടത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. അതിനുശേഷം ആളുകളെ തേടാൻ വേണ്ടി നവാസ് ഇറക്കുന്ന വെപ്രാളത്തിൽ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഹോട്ടൽ മുറിയുടെ വാതിലോട് ചേർന്ന് കിടന്നാണ് നവാസ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഹോട്ടൽ മുറിയിൽ ജീവനക്കാരെ ആരെയെങ്കിലും വിളിക്കുന്ന വെപ്രാളമായിരിക്കും അത് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ശനിയാഴ്ച 6 മണിക്കായിരുന്നു നവാസിൻ്റെ ഖബറടക്കം കഴിയുന്നത്. പൊട്ടിക്കരയുന്ന രഹനയും കുടുംബത്തിനെയും ആശ്വസിക്കാൻ കഴിയാതെ തൻ്റെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും സഹപാഠികളും എല്ലാവരും തന്നെ വളരെയധികം സങ്കടത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു നിമിഷമായിരുന്നു അത്. പൊട്ടിക്കരയുന്ന രഹനയുടെ BP ലോവായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട്. ആർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ ഒരു വിയോഗം. യാതൊരുവിധ പ്രശ്നവുമില്ലാതെ സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയായിരുന്നു കലാഭവൻ നവാസ്. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെയുള്ള വിയോഗത്തിൽ കേരളം മുഴുവൻ ദുഃഖത്തിൽ തന്നെയാണ്. തൻ്റെ കൂടെയുള്ളവർക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വാർത്ത. അത്രമേൽ പ്രിയപ്പെട്ട രഹനയ്ക്ക് പിന്നെ എങ്ങനെ ഇതെല്ലാം തന്നെ താങ്ങാനാകും? രഹന ആകെ തകർന്നു പോയിട്ടുണ്ടാകും. ഒപ്പം തന്നെ 3 മക്കളും. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് നവാസ് പോയത്. നവാസിൻ്റെ വിയോഗത്തിൽ കേരളത്തിൽ എല്ലാവരും തന്നെ വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ്. വാർത്തകളും വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.